വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം. ഞാൻ നമ്മുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളും, അതായത് നമ്മുടെ കോട്സുകൾ, ലൈഫിൻ്റെ കുറേ കോട്സുകൾ, മിമിക്രി, പാട്ടുകൾ, ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ചാനലും വേറെയുണ്ട്. അപ്പം അതിലേക്കെല്ലാം എന്താ പറയുന്നത്, അങ്ങനെയുള്ള എൻ്റെ അതർ അക്കൗണ്ട്സ് ഞാനിതിൽ ഒന്ന് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് ആദ്യം തന്നെ പറയുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ ഡെവലപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ കപ്പാസിറ്ററുകൾ അല്ലെങ്കിൽ അൾട്രാ കപ്പാസിറ്ററുകൾ, ഈ ഒരു കാര്യത്തെ പറ്റിയാണ്. ഇതെവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ വർക്കിംഗ് എന്താണ്, ഇതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സൂപ്പർ കപ്പാസിറ്റർ? ശരിക്കും നമുക്കറിയാം, ഇപ്പോൾ വണ്ടികൾ, ഇലക്ട്രിക് വണ്ടികൾ യൂസ് ചെയ്യുന്ന ലിഥിയം ബാറ്ററി, ലിഥിയം അയോൺ, ലിഥിയം ഫോസ്ഫേറ്റ്, അങ്ങനെ പല രീതിയിലുള്ള കെമിസ്ട്രിയിലുള്ള ബാറ്ററികൾ നമുക്ക് ഉണ്ട്. അപ്പം ഈ ബാറ്ററികൾ ഒരു 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 പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അതായത് സൂപ്പർ കപ്പാസിറ്റർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഇലക്ട്രിക് വണ്ടികളിലെല്ലാം റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നുള്ളൊരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്കിംഗ് നടത്തുന്നത് ഇതിൻ്റെ തന്നെ, അതായത് ഇലക്ട്രിക് ഇ വി വണ്ടിയുടെ ആ മോട്ടറിൽ തന്നെയാണ് ഈ ബ്രേക്കിംഗ് സിസ്റ്റവും കൊടുക്കുന്നത്. അപ്പോൾ അതുവഴി ബ്രേക്ക് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ആ ഒരു എനർജിയെ വീണ്ടും യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി ഉണ്ടല്ലോ, അതായത് മോട്ടറിനെ തിരിച്ച് കറക്കുന്ന ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പിൾ പോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഒരു റിവേഴ്സിങ് പവർ ഉണ്ടാവും. ആ പവറിനെ പെട്ടെന്ന് തന്നെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റർ ബാങ്കാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് അവിടെ ഒരു സൂപ്പർ കപ്പാസിറ്റർ, അൾട്രാ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ടെസ്ല പോലെയുള്ള കമ്പനികളൊക്കെ ഈ മാക്സ്വെൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ കപ്പാസിറ്റർ കമ്പനിയുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒട്ടുമിക്ക ഇതിലും നമുക്ക് അവിടെ സൂപ്പർ കപ്പാസിറ്ററുകൾ വന്നിട്ടുണ്ട്. ഇനി ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ആണെങ്കിൽ തന്നെയും ആ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ലൈറ്റ് സിസ്റ്റവും അതേപോലെ തന്നെ സെക്യൂരിറ്റി സിസ്റ്റവും അല്ലെങ്കിൽ പല തരത്തിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഒരു യൂണിറ്റ് ആയിരിക്കും. അവിടെ കൊണ്ടുപോയി ലിഥിയം ബാറ്ററി പ്ലേസ് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലിഥിയം ബാറ്ററികൾ സേഫ്റ്റി കാരണം, സെക്യൂരിറ്റി സിസ്റ്റം അല്ലെങ്കിൽ സേഫ്റ്റി സിസ്റ്റം കാരണം നമുക്കിപ്പോൾ എയർ ബാഗ് വർക്ക് ചെയ്യുന്നതിനൊരു സപ്ലൈ ഒരാവശ്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇതെല്ലാം ആ ഒരു ബാറ്ററി ബാങ്കിൽ നിന്നും എടുത്താൽ ഈ ബാറ്ററി ബാങ്ക് കേടാവാനുള്ള ചാൻസ്, ലിഥിയം ബാറ്ററിയുടെ ഒരു ബാങ്ക് കേടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ ടോട്ടൽ ഫെയിലിയർ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ളൊരു ഇതിൽ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ കിട്ടാൻ വഴിയില്ല. സോ ആ ഒരു സമയത്ത് ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം ടാറ്റ നെക്സണൊക്കെ അഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ലെഡ് ആസിഡ് ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലെഡ് ആസിഡ് ബാറ്ററി ട്രൂലി ട്രസ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഫെയിൽ ആവാനുള്ള ചാൻസസ് കുറവായതുകൊണ്ടാണ് ലെഡ് ആസിഡ് ബാറ്ററി അവിടെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പവർ എടുത്തിട്ട് ഇങ്ങനെയുള്ള സേഫ്റ്റി പർപ്പസിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ആ ഒരു പ്ലേസ്മെൻറ്റിലേക്കൊക്കെ കൂടുതലും ഇപ്പോൾ ടെസ്ല, ഇപ്പം മാക്സ്വെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയൊക്കെ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടെസ്ലയുടെ ബാറ്ററി ബാങ്കിനോട് കൂടി അഡീഷണൽ പവർ ആയിട്ട് സൂപ്പർ കപ്പാസിറ്റർ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓക്സിലറി സപ്ലൈസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് പകരവും അൾട്രാ കപ്പാസിറ്ററുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് സൂപ്പർ കപ്പാസിറ്ററിനെ പറ്റി ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തരാനുള്ളത്. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ വൈസ് പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ, സാധാരണ കപ്പാസിറ്ററുകൾ പോലെയല്ല, ഇതൊരു 2 കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ എങ്ങനെയിരിക്കും അത്രത്തോളം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബൈ മെറ്റീരിയൽ, അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് കളക്ടർ ഉണ്ട്. അലുമിനിയം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കറണ്ട് കളക്ടർ ഉണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് കാർബൺ, അതിൻ്റെ അകത്ത്. സാധാരണ കപ്പാസിറ്ററുകൾ അങ്ങനെയല്ല, ഇത് ആക്ടിവേറ്റഡ് കാർബൺ വെച്ചിട്ടുള്ള ഇലക്ട്രോഡാണ് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു സെപ്പറേറ്റർ ഉണ്ട്, ക്യാപ്റ്റൺ എന്ന് പറയുന്ന ഒരു സംഭവം മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു സെപ്പറേറ്ററാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒന്നെങ്കിൽ ഒരു സൾഫ്യൂരിക് ആസിഡോ അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനോ ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കൺസ്ട്രക്ഷൻ. ഇനി സൂപ്പർ കപ്പാസിറ്ററിനെ പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നമുക്കൊരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ചെയ്യാം, കമൻറ്റ് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ജനറലൈസ് ആയിട്ട് മാത്രമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ചാർജിങ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സെപ്പറേറ്റർ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് 2 സെക്ഷൻ ഉണ്ട്. അതിലൂടെ പോസിറ്റീവ് ചാർജ് കൊടുക്കണം. പോസിറ്റീവ് ചാർജ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് പാർട്ടിക്കിൾസിനെ ഇത് പോസിറ്റീവ് ലെയറിലോട്ട് അട്രാക്ട് ചെയ്യും. ഇനി നെഗറ്റീവ് ചാർജ് കൊടുക്കുമ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ലെയർ പോസിറ്റീവ് പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യും. സോ 2 ലെയർ ഫോം ചെയ്യും. 2 ലെയർ, ഈ 2 ലെയർ എന്ന് പറഞ്ഞാൽ 2 കപ്പാസിറ്റർ ഫോർമേഷനായിട്ട് മാറും. അപ്പോൾ C1 + C2 എന്നുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സീരീസ് കപ്പാസിറ്ററിൻ്റെ ആ ഒരു ഫോർമേഷൻ അവിടെ ലഭിക്കുകയും കൂടുതലായിട്ടുള്ള പവർ അവിടെ നമുക്ക്
കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ചിലപ്പം വരച്ച് കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ടാവുള്ളൂ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് നിർത്താമെന്ന് കരുതുന്നു. അപ്പം ഏകദേശം എന്തിനാണിത് അപ്ലൈ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇപ്പം ചെറിയ ചെറിയ ഡിവൈസുകളിൽ, സ്റ്റോറേജ് ഡിവൈസുകളിലൊക്കെ സൂപ്പർ കപ്പാസിറ്ററുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അല്ലെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ യൂട്ടിലിറ്റി പവർ സപ്ലൈ, അതിൻ്റെ ഒരു പവർ സപ്ലൈസിനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാറ്ററിക്കൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡീഷണൽ സ്റ്റോറേജ് എന്നുള്ള രീതിയിലും അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ക്വിക്കായിട്ട് ചാർജ് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം റീജണറൽ ബ്രേക്കിംഗ് ചെയ്യുമ്പോഴത്തേനും കിട്ടുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടൈം മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ മാക്സിമം പവർ ഡെലിവറി ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ മാക്സിമം പവർ എടുക്കാനും നമുക്ക് ഈ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ ഇതുകൊണ്ട് സാധിക്കും. ഇപ്പോൾ ബാറ്ററി ആകുമ്പോഴത്തേന് ആ ബാറ്ററിക്ക് ചാർജ് ചെയ്യാനും ഒരു ടൈം എടുക്കും, ഡിസ്ചാർജ് ചെയ്യുന്നതിനും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അതിനുള്ള പർട്ടിക്കുലർ അതിൻ്റെ സ്പെക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സൂപ്പർ കപ്പാസിറ്റർ സഡനായിട്ട് കൊടുക്കാം, സഡനായിട്ട് എടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് സൂപ്പർ കപ്പാസിറ്റർ അല്ല ഇലക്ട്രിക് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഉള്ളത്. ഇതിന് ഡബിൾ ലെയർ കപ്പാസിറ്റർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.